പാട്രോൺ റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണേ. ചപ്പാത്തിക്കും ജീര റൈസിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഫ്രോസൺ മട്ടർ അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ഫ്രോസൺ മട്ടർ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ഫ്രോസൺ മട്ടറാണ്. പിന്നെ നമുക്ക് 250 ഗ്രാം പനീർ കൂടി എടുക്കാം. ഇനി വേണ്ടത് ഏലക്ക ഒരെണ്ണം, ഗ്രാമ്പു 2 എണ്ണം, പട്ട ഒരു 2-3 ചെറിയ പീസ്, ബേ ലീഫ് അഥവാ വൈനയില ഒരെണ്ണം, നല്ല ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഉപ്പൊക്കെ ഇടുമ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാണ്ട് നോക്കണം. കസൂരി മേത്തി 2 ടീസ്പൂൺ. കസൂരി മേത്തി നമ്മൾ കറി ലീവ്സ് ഇടുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ്. ഡ്രൈഡ് മേത്തി ലീവ്സാണിത്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറി സ്റ്റോറുകളിലും വാങ്ങാൻ കിട്ടും. ഇനി വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയാണ്. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 5-6 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 3 മതി. വെളുത്തുള്ളി നമുക്ക് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ കാണിച്ചിരിക്കുന്ന പോലെ 2 ചെറിയ പീസ് ഇഞ്ചി, അത് നമുക്ക് നീളത്തിൽ ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. സവാള 3 എണ്ണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സവാളയും ഒരു മീഡിയം സൈസ് സവാളയുമാണ്. സവാള നമുക്ക് റഫ്ലി ചോപ്പ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം. സവാള അരച്ചെടുക്കുമ്പോൾ 1 കപ്പും 2.5 ടേബിൾ സ്പൂണുമാണ് നമുക്കതിൻ്റെ അളവ് കിട്ടുന്നത്. ഇനി വേണ്ടത് ഒരു 4 പഴുത്ത തക്കാളി, അതും നമുക്ക് ചോപ്പ് ചെയ്ത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തക്കാളിയുടെ അളവെന്ന് പറയുന്നത് 1.5 കപ്പാണ്. മല്ലിയില 3-4 തണ്ട്, വെള്ളം 1.25 to 1.5 ഗ്ലാസ്, ഓയിൽ 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ. ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യരുത്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം വയനയില, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് മൂക്കുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഓണിയൻ പേസ്റ്റ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓണിയൻ്റെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓണിയൻ ഒരു ബ്രൗൺ കളറായി പതുക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ ഓണിയൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് യോജിപ്പിച്ച് അത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഓണിയനും തക്കാളിയും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി സോട്ട് ചെയ്ത് തന്നെ എടുക്കണം. പച്ചമണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് അതിൻ്റെ ഒരു സ്വാദ് നഷ്ടപ്പെടും. നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒനിയൻ വഴറ്റാനിടുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. ഇപ്പോൾ ചേർത്ത ഉപ്പ് 1/2 ടീസ്പൂൺ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് ഈ റെസിപ്പിക്ക് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ഈ മസാലയിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു സമയമാവുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രോസൺ മട്ടർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റോളം നന്നായി ഇതിനെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പനീർ കൂടി ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പനീർ നമുക്ക് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ ആഡ് ചെയ്തത് ഫ്രൈ ചെയ്യാതെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പനീർ ഇട്ടതിന് ശേഷം ഇളക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം ഇളക്കാനായിട്ട്, അതല്ലെങ്കിൽ പനീർ പൊട്ടിപ്പോവും. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 ടീസ്പൂൺ കസൂരി മേത്തിയിൽ നിന്നും 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മുതൽ 1.25 കപ്പ് വെള്ളം വരെ ഒഴിച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളത്തിന് തിള വരുമ്പോൾ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വിസിലടിപ്പിച്ചെടുക്കാം. ഇനി ഇത് വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം പോകുന്ന വരെ ചൂടില്ലാത്ത ഒരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുക. തുറക്കുമ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കണത്. ഇനി നമുക്ക് ഇതിലേക്ക് കസൂരി മെത്തി, ഉപ്പ്, ഗരം മസാല, മല്ലിയില എന്നിവ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ബോയിലാക്കി എടുക്കാം. ഒരു കാര്യം എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസൂരി മെത്തിയും ഉപ്പും ഗരം മസാലയും നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ചേർത്തത്. ഇങ്ങനെ നമ്മൾ ഗരം മസാലയും
കസൂരി മേത്തിയും ലാസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു വല്ലാത്ത ഫ്ലേവർ കിട്ടും കേട്ടോ. തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്കർ മൂടി വയ്ക്കുക. അതിനുശേഷം തുറക്കുമ്പോൾ ഈ ഡിഷ് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡിയായി. ഒരു റെസ്റ്റോറൻറ്റ് എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഞാനിതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുവാണെങ്കിൽ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സവാള വഴറ്റില്ലേ, അതിൻ്റെ കൂടെ ഒന്നുകിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ കറിക്കൊരു മധുരമായി തീരും. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എരിവ് വെച്ചിട്ട് ഒരു മീഡിയം ലെവലിലുള്ള എരിവാണ് ഇതിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കണം. അതുപോലെ മുളക് പൊടി എത്ര സ്പൂണാണോ എടുക്കുന്നത് അതിൻ്റെ 1 സ്പൂൺ കൂടുതൽ കൊറിയാണ്ടർ പൗഡർ എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ റൊട്ടിയുടെയും ജീര റൈസിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മട്ടർ പനീർ റെസിപ്പി റെഡിയായി. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ഞാൻ ബിനു സൈനിങ് ഓഫ്.